നമുക്ക് പുറത്തു വരാൻ പറ്റുന്നതിനപ്പുറമായ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ കിടക്കുക, ഒരു തടവറയ്ക്കുള്ളിൽ അകപ്പെട്ട് കിടക്കുക. അപ്പം അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിൽ ആശ്രയം വയ്ക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. മറ്റൊരു പരിഹാര മാർഗമോ മറ്റൊരു പോംവഴി അതിൻ്റെ നടുവിലില്ല. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭൗതിക ജീവിതത്തിൻ്റെയൊക്കെ മേഖലകളിൽ കല്ലറയിൽ അടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ തടവറയിൽ അടയ്ക്കപ്പെട്ട അനുഭവത്തിലായിരിക്കുമ്പോൾ നമ്മൾ മറ്റ് പോംവഴിയിലേക്കല്ല തിരിയേണ്ടത്. ആദ്യം തിരിയേണ്ടത് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ആ അനുഭവത്തിൻ്റെ നടുവിലും ആ ഞെരുക്കപ്പെടുന്ന അനുഭവത്തിൻ്റെ നടുവിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ അനുഭവത്തിലേക്ക് തന്നെ ദൈവം ഇറങ്ങി വരുന്ന ഒരു അനുഭവം ഉണ്ടാവും. ഒരു പ്രശ്നത്തിൻ്റെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തെ ആരാധിക്കുന്നു. മാറിയിട്ട് ദൈവത്തെ ആരാധിക്കാന്നല്ല. നമ്മുടെ പലപ്പോഴും ചിന്ത എങ്ങനെ അറിയാമോ, ഈ പ്രശ്നം മാറിയിട്ട് ദൈവത്തെ ആരാധിക്കാം, ഈ പ്രതിസന്ധി മാറിയിട്ട് ഞാൻ ദൈവത്തെ സിക്കല്ല. പ്രശ്നങ്ങളുള്ളപ്പോൾ, പ്രതിസന്ധികളുള്ളപ്പോൾ അതിൻ്റെ നടുവിൽ കാലുറപ്പിച്ച് നിന്നിട്ട് ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചിട്ട് ദൈവത്തെ ആരാധിക്കുക. നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ദൈവം നമുക്ക് വഴി തുറന്നു തരും. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കണമെന്നില്ല, അതിലും അപ്പുറം.